ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ റസ്മിൻ ആണെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത് കുറച്ച് അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് തികച്ചും അനാവശ്യമായെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യണം. ഇന്ന് എന്തായാലും നമുക്ക് റസ്മിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ വ്യൂസ് കുറച്ച് കുറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സിജോന്റെ കാര്യമായിരുന്നു ലാലേട്ടൻ ആദ്യമേ തന്നെ വന്ന് ചോദിച്ചത്. നമ്മുടെ വീട്ടുകാരടുത്തൊക്കെ എല്ലായിടത്തും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും സിജോനെ കുറിച്ച് അന്വേഷിക്കുകയുണ്ടായിരുന്നു എന്ന്. അപ്പൊ ആരും എന്നിട്ടൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, എക്സെപ്റ്റ് നമ്മുടെ ശ്രീരേഖയും ശരണി, ഇവർ രണ്ടുപേരും മാത്രം പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കുകയുണ്ടായിരുന്നെന്ന്. ബാക്കി ഒരാൾ പോലും പറഞ്ഞില്ല അന്വേഷിച്ചു എന്നുള്ളത്. അതിനുശേഷം പിന്നെ സിജോ വരുന്നുണ്ടായിരുന്നു, സിജോ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സിജോ വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടുകാർക്ക് കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അങ്ങ് ഭയങ്കരമായ സങ്കടം വല്ല വിഷമങ്ങളൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ട്. അത്രയും നേരം ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം സിജോ പോയാൽ അവര് സന്തോഷം തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് അത്രയും ഈസി ആയല്ലോ, അവർക്ക് ലോട്ടറി അടിച്ച പോലെയായിരുന്നു. കാരണം ഒരു നല്ലൊരു മത്സരത്തിൽ പോയി, അപ്പൊ പിന്നെ അവർക്ക് ഈസി ആയി അടുത്ത സ്റ്റെപ്പ്. അങ്ങനെയായിരുന്നു അവിടുത്തെ കണ്ടസ്റ്റന്റിന്റെ എല്ലാവരുടെയും മനോഭാവം. ആർക്കും ഒരു സങ്കടം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനുശേഷം പക്ഷെ ലാലേട്ടൻ വന്ന് ചോദിക്കുകയും പറയുകയുണ്ടായപ്പോഴത്തേക്കും നമ്മുടെ വീട്ടുകാർക്ക് മനസ്സിലായി ഇത് പുറത്ത് വിഷയമായിട്ടുണ്ട്, അത് നെഗറ്റീവ് ആവും എന്നുള്ളത് തോന്നിയത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള അവിടെ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നത്. അത് അവിടെ വെള്ളപൂശൽ സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷമായിരുന്നു. അവിടെയാണ് നമ്മുടെ കഥാനായിക, അതായത് നമ്മുടെ റസ്മിൻ ബൈ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുറച്ച് ഷോ ഓഫ് കാണിക്കുന്നത്. അത് തികച്ചും അനാവശ്യമായിരുന്നു. കാരണം ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോയതിനു ശേഷം തിരിച്ചു വന്നു. അപ്പൊ ലാലേട്ടൻ പുതിയൊരു കാര്യം ചോദിക്കാനായിരുന്നു വന്നത്. അപ്പോഴത്തേക്കും ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ച് കഴിഞ്ഞതുപോലില്ല. അതിന്റെ ഇടയിൽ കൂടെയാണ് എനിക്കൊരു കാര്യം ക്ലിയർ ഉണ്ടായി എന്ന് പറയുന്നത്. ഒരു ഇത്രയും വലിയൊരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ റസ്മിന് അതെന്താന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഒരു പബ്ലിക് ഷോയിൽ വരുമ്പോൾ ഒരു പബ്ലിക് മാനേഴ്സ് കാണിക്കണം. അതായത് ഇത്രയും വലിയൊരു മനുഷ്യന്റെ അടുത്ത്, അതായത് ഇത്രയും നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പൊ ആ ആളോട് സംസാരിക്കുമ്പോൾ കുറച്ചും മാന്യമായ രീതിയിലും, മാന്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ കുറച്ച് റെസ്പെക്ട്ഫുള്ളി വേണം സംസാരിക്കാനായിട്ട്. അപ്പൊ അവിടെ ഒരു ഡിസ്റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാലേട്ടൻ അപ്പൊ തന്നെ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. അവസരം കൊടുത്തപ്പോഴത്തേക്കും പിന്നെ പറയുന്നത്, അതായത് എല്ലാവർക്കും വേണ്ടിയാണ് റസ്മിനോട് സംസാരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലാലേട്ടൻ 24/7 കാണുന്നുണ്ടോ എന്ന് അറിയുന്നത് അത് റസ്മിനെ അറിയേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ റസ്മിൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമാണ്. ലാലേട്ടൻ കാണുന്നുണ്ടോ ഇല്ലെന്നുള്ളത് റസ്മിന് ബാധിക്കുന്ന കാര്യമേ ഇല്ല. ലാലേട്ടൻ എന്തായാലും ഒരിക്കലും ഇവരുടെ വീഡിയോ കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ 24 മണിക്കൂറും കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലാലേട്ടൻ അവിടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും തന്നെയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അത് വായിച്ച് സംസാരിക്കുന്ന രീതിയിലല്ല ലാലേട്ടൻ അവിടെ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇവരെ മനസ്സിലാക്കിയും കാണേണ്ട വീഡിയോസ് എല്ലാം കണ്ടും കേട്ടും തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്ന് വരെ നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഒരു കണ്ടസ്റ്റൻസും ഇങ്ങനെ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടില്ല. എന്തിനാണ് പിന്നെ ഈ ഒരു അനാവശ്യമായ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്? ഈ റസ്മിൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചല്ല, കുറെ അധികം ഓവറായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കളിച്ചാൽ റസ്മിന് കൊള്ളാം, അല്ലെങ്കിൽ റസ്മിന് തന്നെ അത് മോശമായിട്ട് വരും. ലാലേട്ടൻ അതിനുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. ഞാൻ 24/7 കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ അത് അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയായാലും എങ്ങനെയായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി. കാരണം ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പൊ ആ ആളെ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിനുശേഷം പിന്നെ ജിൻഡോന്റെ കാര്യത്തിൽ വരാം. ജിൻഡോന്റെ അടുത്ത് ഇതേപോലെ ജിൻഡോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻഡോനെ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞങ്ങൾ ആരും അന്വേഷിച്ചില്ല, അത് ഞങ്ങളുടെ തെറ്റാന്ന് പറഞ്ഞു. അത് അവിടെ ജിൻഡോന്റെ ഗെയിം ആയാലോ എന്താ, എനിക്കത് ഗെയിം ആയിട്ട് തോന്നിയില്ല. അത് ഗെയിം ആണെങ്കിൽ പോലും ആ ഒരു അക്സെപ്റ്റൻസ് അവിടെ ഉണ്ടായി. അതായത് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ലിയർ ചെയ്യാനാണ് ശ്രമിച്ചത്. ബാക്കി എല്ലാവരും അതല്ല, ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണ് തെറ്റാവുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. തെറ്റാണെന്ന് സമ്മതിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം, ഒരു കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ അവർ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അതിന് വെള്ളപൂശാൻ നോക്കാം. അതും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്ത് വന്നിട്ട് ഇവർക്ക് വെള്ളപൂശാനുള്ള ഒരു എപ്പിസോഡ് അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ലാലേട്ടന്റെ ഈ എപ്പിസോഡ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവിടെ റസ്മിൻ ബായി കയറി പറയുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത്, ഷോ ഓഫ് കാണിക്കാതെ അവിടെ ഇരിക്കാൻ. ജിൻഡോന്റെ അടുത്ത് അങ്ങനെ പറയാനായിട്ട് റസ്മിൻ ആരാണ്? അവിടെ ലാലേട്ടൻ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഈ റസ്മിൻ ഇങ്ങനെ പറയുന്നത്, ഷോ ഓഫ് കാണിക്കാതെ അവിടെ ഇരിക്കാൻ. അത് ലാലേട്ടൻ പറഞ്ഞോ ഇങ്ങനെ ഇരിക്കാൻ? ഇല്ലല്ലോ. പിന്നെ റസ്മിൻ എന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം? ഇത്രയും ഒരു വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഇത്രയും വർഷം ഞാൻ ബിഗ് ബോസ് കാണുന്നുണ്ട്, ഇന്ന് വരെ ഒരു ബിഗ് ബോസിലും ഇങ്ങനെ നമ്മുടെ ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. ഒരാൾ സംസാരിക്കുമ്പം ആൾ സംസാരിച്ച് കഴിയട്ടെ. പിന്നെ അവിടെ ഷോ ഓഫ് ആണോ മറ്റതാണോ എന്ന് പറയേണ്ടത് റസ്മിന്റെ കാര്യമേ അല്ല. റസ്മിൻ എന്ത് അവകാശമുള്ളത് അത് ജിൻഡോ പറഞ്ഞത് ഷോ ഓഫ് ആണ്? റസ്മിൻ സംസാരിച്ചപ്പോ ജിൻഡോ പറഞ്ഞോ?
റസ്മി ഷോ ഓഫ് ആണെന്ന്. അതാ പറഞ്ഞു കുറച്ച് പബ്ലിക് മാനേഴ്സ് ഉണ്ട്. അതൊന്നും അറിയാത്ത ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെന്ത് പറയാൻ, ലാലേട്ടൻ അതും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആരാണ് ഷോ ഓഫ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ സോറി പറയുന്നത്. അതൊക്കെ ഭയങ്കരമായ രീതിയിൽ ഒരു ഡിസ്റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് ലാലിന്റെ അടുത്ത് നമ്മുടെ റസ്മിൻ ഭായി ബിഹേവ് ചെയ്തത്. ഭയങ്കര മോശമായി പോയി. എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെയാണ് ഈ റസ്മിൻ ഫുൾ ഫുൾ ഓൺ ഒരുമാതിരി വേറൊരു രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് റസ്മിന്റെ ഒരു ഗെയിമിനോട് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ പവർ റൂമിൽ ആയി എന്ന് വിചാരിച്ച് പവർ റൂമിന്റെ ഹാങ് ഓവർ മാറാതെയാണ് റസ്മിൻ ഇപ്പോഴും. അതും ലാലേട്ടന്റെ അടുത്ത് റസ്മിന്റെ പവർ കാണിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് അധികാരമാണ് ഉള്ളത് റസ്മിന് ലാലേട്ടന്റെ അടുത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ളത്? പവർ ഉണ്ടെങ്കിൽ പവർ വീട്ടിൽ കാണിക്കണം, അതല്ലാതെ വന്ന് ലാലേട്ടന്റെ അടുത്തല്ല കാണിക്കേണ്ടത്. ഒരുമാതിരി അഹങ്കാരം പിടിച്ച ആൾക്കാരെ പോലെ ആയിപ്പോയി. പിടിച്ച ആൾക്കാരെ പോലുള്ള അഹങ്കാരം ഉണ്ട്. നല്ല രീതിയിൽ അഹങ്കാരം കുറച്ച് നന്നായിട്ട് കളിക്കുക, അല്ലെങ്കിൽ അടുത്ത എവിക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് വിടാം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം. അവിടുത്തെ വീട്ടുകാരുടെ ഇമോഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതിനെക്കുറിച്ച് വീഡിയോ ഇടണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.